Welcome to English online class. Today our subject is profile writing. What's profile writing? We can discuss today. Profile. നമുക്ക് മലയാളത്തിൽ ലഘു ജീവചരിത്ര വിവരണം എന്ന് പറയാം. ഒരു വ്യക്തിയുടെ ജീവചരിത്രത്തെ സംഗ്രഹമാക്കുന്നതിനാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷിൽ സ്ഥിരമായി വരുന്ന ഒരു ചോദ്യമാണ് prepare a profile of a person using the hints. സൂചനകൾ കൊടുത്തിട്ട് ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ തയ്യാറാക്കുക എന്നുള്ളത് ഇംഗ്ലീഷിൽ സാധാരണ വരുന്ന ഒരു ചോദ്യമാണ്. hints to be developed. സാധാരണയായി പ്രൊഫൈൽ മേക്കിങ്ങിന് എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, famous as, education, occupation, notable works, അറിയപ്പെട്ട കൃതികൾ, awards, spouse meaning husband or wife, siblings meaning brothers and sisters, death. ഈ കാര്യങ്ങളാണ് സാധാരണയായി പ്രൊഫൈലിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഹിൻസിനെ മീനിങ്ഫുൾ സെന്റൻസുകളാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രൊഫൈൽ എന്ന ടാസ്ക്. നോട്ടബിൾ പോയിന്റ്സ്. ഒരു പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ നാം സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഇനി നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ഗ്രാമർ ഭാഗങ്ങളാണ് ഇവ. അല്ല എങ്കിൽ പ്രൊഫൈൽ തയ്യാറാക്കുന്നതിലൂടെ നമ്മെ പരീക്ഷിക്കുന്നത്, നമ്മെ പരിശോധിക്കുന്നത് ഈ ഗ്രാമർ ഭാഗങ്ങൾ നമുക്കറിയുമോ എന്നാണ്. പ്രൊഫൈൽ തയ്യാറാക്കുന്നതിന് ആദ്യമായി വേണ്ടത് ടൈറ്റിൽ. പ്രൊഫൈലിന് നല്ലൊരു ടൈറ്റിൽ വേണം. ടൈറ്റിൽ സാധാരണയായി ആ വ്യക്തിയുടെ പേരാണ് നാം നൽകാറുള്ളത്. ദെൻ സെക്കൻഡ് വൺ, ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്മോൾ ലെറ്റർ. ഒരു പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ നാം ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ ഉപയോഗിക്കേണ്ട അവസരങ്ങളുമുണ്ട്. നമുക്കറിയാം എപ്പോഴാണ് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുക? ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ അതിന്റെ ആദ്യത്തിൽ നാം ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കും. അതുപോലെ തന്നെ വ്യക്തികളുടെ പേരുകൾ വരുമ്പോൾ, സ്ഥലങ്ങളുടെ പേരുകൾ വരുമ്പോഴൊക്കെ നാം ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിക്കുക. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പറയാം. ദെൻ പ്രിപ്പോസിഷൻസ്. പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ സാധാരണ വരുന്ന പ്രിപ്പോസിഷനുകളാണ് ഇൻ, ഓൺ, അറ്റ്. ഈ പ്രിപ്പോസിഷനുകളെ കൃത്യമായ സ്ഥലങ്ങളിൽ നാം ഉപയോഗിക്കണം. ദെൻ പ്രൊനൗൺസ്. വ്യത്യസ്ത പ്രൊനൗണുകളുണ്ട്. മെയിലിനെ സൂചിപ്പിക്കുന്നതും ഫീമെയിലിനെ സൂചിപ്പിക്കുന്നതുമായ പ്രൊനൗണുകളുണ്ട്. അപ്പൊ ആ പ്രൊനൗണുകളെല്ലാം കൃത്യമായി നാം ഉപയോഗിക്കണം. ഹി, ഷീ, ഹിസ് ആൻഡ് ഹെർ. ദെൻ പങ്ക്ച്വേഷൻ മാർക്സ്. പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ മറ്റൊന്ന് നാം സൂക്ഷിക്കാറുള്ളത് ഈ പങ്ക്ച്വേഷൻ മാർക്കുകളാണ്. ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട സ്ഥലങ്ങളുണ്ട്, അതുപോലെ തന്നെ കോമ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളുമുണ്ട്. ദെൻ കൺജങ്ഷൻ. പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ നാം സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആൻഡ് ഉപയോഗിക്കേണ്ട സ്ഥലവുമുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണ് പ്രൊഫൈൽ തയ്യാറാക്കാനുള്ള ചോദ്യങ്ങൾ വരാറുള്ളത്. പ്രിപ്പയർ ദി പ്രൊഫൈൽ ഓഫ് ആർ കെ നാരായണൻ
using the details given below. താഴെ തന്നിട്ടുള്ള സൂചനകൾ ഉപയോഗിച്ചുകൊണ്ട് വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് RK നാരായണന്റെ പ്രൊഫൈൽ തയ്യാറാക്കുക. Then name RK Narayanan. Birth October 10, 1906, Chennai. Famous as novelist and short story writer. Brother RK Lakshman, famous cartoonist. Achievements and awards: Padma Bhushan 1964, Sahitya Akademi Award 1958, S.E. Benson Medal 1980. Then he was also nominated as Rajya Sabha member. Then famous works: Swami and Friends, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ കൃതികൾ, The Guide, Malgudi Days, and the English Teacher, that 2001. So we have to develop these details into meaningful sentences. ഈ ഹിന്റുകളെ മീനിങ്ഫുൾ ആയിട്ടുള്ള അർത്ഥപൂർണമായിട്ടുള്ള സെന്റൻസുകളാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രൊഫൈൽ എന്ന ടാസ്ക്. Okay, this is a model of a good profile. We have changed that hints to this paragraph, to these meaningful sentences. Look, RK Narayanan. RK Narayanan, the famous Indo-Anglian writer. Indo-Anglian means Indian English writer. Was born on 10th October 1906 in Chennai in India. Then next point, famous as. He was famous as a novelist and short story writer. Then his brother RK Lakshman, the famous cartoonist RK Lakshman was his brother. Then his awards. He got many awards like Padma Bhushan in 1964, Sahitya Akademi Award in 1958, and A.C. Benson Medal in 1980. He was nominated as the member of Rajya Sabha. And how we can say about his works? His famous works include Swami and Friends, The Guide, Malgudi Days, and The English Teacher. Then how we can say about his death? He passed away in 2001. അപ്പോൾ ഇതാണ് ഒരു പ്രൊഫൈലിന്റെ മോഡൽ. ഇതേ രൂപത്തിലാണ് നാം പ്രൊഫൈലുകൾ തയ്യാറാക്കേണ്ടത്. തിങ്സ് ടു റിമെമ്പർ. ഒരു പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇനി നാം പറയുന്നത്. ഫസ്റ്റ് വൺ, ടൈറ്റിൽ. There should be a title for a profile. നാം ഒരു പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ തീർച്ചയായും അവിടെ ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ടൈറ്റിൽ നാം നൽകുക ആ വ്യക്തിയുടെ പേരാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നാം കണ്ട പ്രൊഫൈലിലെ ടൈറ്റിൽ RK നാരായണൻ, അദ്ദേഹത്തിന്റെ പ്രൊഫൈലാണ് നാം തയ്യാറാക്കുന്നത്. Then next point we have to remember is the capital letter and small letter. പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ നാം ക്യാപിറ്റൽ ലെറ്ററും സ്മാൾ ലെറ്ററും വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. നോക്കൂ, RK നാരായണൻ. ഇവിടെ നാം സെന്റൻസ് തുടങ്ങുന്നത് RK നാരായണൻ. Then first letter should be the capital letter. ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. സെന്റൻസ് തുടങ്ങുമ്പോൾ നാം ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിക്കുക. RK നാരായണൻ, the famous Indo-Anglian writer, was born on 10th October. Then നാം പറഞ്ഞു, പേര് വരുമ്പോൾ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ദ ക്യാപിറ്റൽ ലെറ്റർ. നാരായണൻ എന്നതിലെ N ക്യാപിറ്റൽ ലെറ്റർ ആണ് അല്ലെ. പേര് എഴുതുമ്പോൾ പേരിന്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ബാക്കിയുള്ളതെല്ലാം നോക്കൂ, ദ ഫേമസ് എന്നുള്ളതെല്ലാം സ്മാൾ ലെറ്റർ ആണ്. അതുപോലെ തന്നെ ഇന്തോ ആംഗ്ലിയൻ, അതൊരു പേരുകളാണ്. അപ്പൊ അതും അതിന്റെ ഇന്തോ എന്നുള്ളതിലെ I എന്ന ലെറ്ററും ആംഗ്ലിയൻ എന്നതിലെ A എന്ന ലെറ്ററും ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ ഒക്ടോബർ, മന്തുകളുടെ ഫസ്റ്റ് ലെറ്റർ നാം ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിക്കുക. ചെന്നൈ ഒരു സ്ഥലത്തിന്റെ പേരാണ്, അതിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ
ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണം, അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം സ്മാൾ ലെറ്ററും ഉപയോഗിക്കണം. Then next point, prepositions in and on. പ്രൊഫൈൽ റൈറ്റിംഗിൽ നാം ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രിപ്പോസിഷനുകളാണ് ഇന്നും ഓൺ. ഇവിടെ 3 സെന്റൻസുകൾ നൽകിയിട്ടുണ്ട്. നോക്കൂ. ആർ.കെ. നാരായണൻ, the famous Indo-Anglian writer, was born on 10th October 1906. ഫസ്റ്റിൽ നാം ഉപയോഗിച്ചിട്ടുള്ളത് on 10th October എന്നാണ്. Then second sentence നോക്കൂ. ആർ.കെ. നാരായണൻ, the famous Indo-Anglian writer, was born in October 1906. സെക്കൻഡ് സെന്റൻസ് ഉപയോഗിച്ചത് in എന്ന പ്രിപ്പോസിഷൻ ആണ്. Then third sentence, ആർ.കെ. നാരായണൻ, the famous Indo-Anglian writer, was born in 1906. മൂന്നാമത്തെ സെന്റൻസിൽ നാം ഉപയോഗിച്ചത് in എന്ന പ്രിപ്പോസിഷൻ ആണ്. എന്താണ് ഇത് തമ്മിലുള്ള മാറ്റം? എപ്പോഴാണ് നാം on ഉപയോഗിക്കുക, എപ്പോഴാണ് നാം in ഉപയോഗിക്കുക? അതിനൊരു ക്രൈറ്റീരിയം, ഒരു മാനദണ്ഡമുണ്ട്. എന്താണ് മാനദണ്ഡം? on എന്നത് കൃത്യമായ ഡേറ്റിന്റെ കൂടെയാണ്, സ്പെസിഫിക് ഡേറ്റിന്റെ കൂടെയാണ് നാം on ഉപയോഗിക്കുക. നോക്കൂ നിങ്ങൾ, on 10th October 1906, 1906 ഒക്ടോബർ 10, അതൊരു കൃത്യമായ ഡേറ്റ് ആണ്, കൃത്യമായ തീയതിയാണ്. അങ്ങനെ കൃത്യമായ തീയതി വരുമ്പോഴാണ് നാം on ഉപയോഗിക്കുക. രണ്ടാമത്തെ സെന്റൻസ് നോക്കൂ, in October, അവിടെ കൃത്യമായ തീയതിയില്ല, ഒക്ടോബർ മാസത്തിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൂടെ കൃത്യമായ തീയതി ഇല്ലാത്തത് കൊണ്ട് in എന്ന് നാം ഉപയോഗിച്ചു. അതുപോലെ തന്നെ തേർഡ് സെന്റൻസ്, അവിടെ വെറും വർഷമാണ് ഉപയോഗിച്ചിട്ടുള്ളത്, in 1906, കൃത്യമായ ഡേറ്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വർഷങ്ങളുടെ കൂടെ, മന്തുകളുടെ കൂടെ ഒക്കെ നാം in ഉപയോഗിക്കും. കൃത്യമായ ഡേറ്റ് ഉണ്ട് എങ്കിൽ അവിടെ നാം on ഉപയോഗിക്കും. The next point, prepositions at and in. അതുപോലെ തന്നെ പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റു രണ്ട് പ്രൊപ്പോസിഷനുകളാണ് അറ്റും ഇന്നും. I was born at Malappuram in Kerala. Second sentence, I was born in Kerala. രണ്ടും സ്ഥലങ്ങളാണ്. സ്ഥലങ്ങളുടെ കൂടെ പറഞ്ഞത് മലപ്പുറത്തിന്റെ കൂടെ അച്ചു പറഞ്ഞു, കേരള എന്നുള്ളതിന്റെ കൂടെ in പറഞ്ഞു. എന്താണ് ഡിഫറൻസ്? ചെറിയ സ്ഥലങ്ങളുടെ കൂടെ നാം അച്ചാണ് ഉപയോഗിക്കുക, വലിയ സ്ഥലങ്ങളുടെ കൂടെ ഇന്നും ഉപയോഗിക്കും. അപ്പൊ അറ്റ് മലപ്പുറം ഇൻ കേരള. ഇങ്ങനെ പ്രൊഫൈലിന് വേണ്ടി നമുക്ക് തരുന്ന ഡീറ്റെയിൽസുകളിൽ ഇവരുടെ ബർത്ത് പ്ലേസുകൾ ഉണ്ടാവും, ജനന സ്ഥലങ്ങൾ ഉണ്ടാവും. അപ്പൊ ജനന സ്ഥലങ്ങൾ 2 സ്ഥലങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ സ്ഥലത്തിന്റെ കൂടെ ഇന്നും ചെറിയ സ്ഥലത്തിന്റെ കൂടെ അറ്റും ഉപയോഗിക്കണം. ഇനി വലിയ സ്ഥലം മാത്രമാണെങ്കിൽ നാം in ഉപയോഗിക്കും. I was born in Kerala, for example. Then next one, pronouns. അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൊനൗണുകളാണ്. ഒരുപാട് പ്രൊനൗണുകൾ ഇംഗ്ലീഷിൽ. ഫോർ എക്സാമ്പിൾ he, she, his and her. ഈ കാര്യമായിട്ട് ഈ 4 പ്രൊനൗണുകളാണ് പ്രൊഫൈലിൽ വരാറുള്ളത്. ആർ.കെ. നാരായണൻ, he was famous as a novelist and short story writer. അദ്ദേഹത്തെ സൂചിപ്പിക്കാൻ he എന്നാണ് ഉപയോഗിച്ചത്. എന്താ കാരണം? മെയിലാണ് അല്ലെ, ആണാവുമ്പോൾ നാം he ആണ് ഉപയോഗിക്കുന്നത്. Then second point, he had his education in Lutheran Mission School. അവിടെ നാം ഉപയോഗിച്ചത് his എന്നാണ് അല്ലെ, he എന്നതിന്റെ പോസിറ്റീവ് കേസ് his എന്നാണ്. അതുകൊണ്ട് നാം അവിടെ ഉപയോഗിക്കുക his എന്നാണ്. He had his education in Lutheran Mission School. Then second case, Nandita Das, അല്ലെ, ഒരു ഫീമെയിൽ ആണ്. ഫീമെയിൽ ആകുമ്പോ അവിടെ പ്രൊനൗണുകൾ മാറും. ഹീക്ക് പറഞ്ഞാൽ എന്താണ് അവിടെ ഉപയോഗിച്ചത്? She is a famous actress. She എന്നാണ് ഉപയോഗിച്ചത് ഫീമെയിൽ ആയപ്പോൾ. അതുപോലെ തന്നെ ഹിസിന്റെ സ്ഥാനത്ത് അവിടെ എന്താ വരിക? She had her education in Delhi School of Social Work. ഹിസ് എന്നതിന് പകരം ഫീമെയിൽ ആയതുകൊണ്ട് her എന്നാണ് ഉപയോഗിച്ചത്. Okay. Then next point, punctuation marks. പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ നാം അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പങ്ക്ച്വേഷൻ മാർക്ക്. കാര്യമായിട്ടും പ്രൊഫൈൽ റൈറ്റിംഗിൽ വരുന്ന 2 പങ്ക്ച്വേഷൻ മാർക്കുകൾ ഫുൾ സ്റ്റോപ്പ് ആൻഡ് കോമ. എവിടെയാണ് ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് കോമ ഉപയോഗിക്കേണ്ടത് എന്ന് നാം കൃത്യമായും അറിഞ്ഞിരിക്കണം അല്ലെ. ഒരു സെന്റൻസ് കഴിയുമ്പോഴാണ്, പൂർത്തിയാകുമ്പോഴാണ് നാം ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സെന്റൻസ് കഴിഞ്ഞാൽ നിർബന്ധമായും അവിടെ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിച്ചിരിക്കണം. അതുപോലെ തന്നെ
പ്രൊഫൈലിൽ സാധാരണയായിട്ട് നമുക്ക് തരും ഒരാളുടെ കൃതികളെ കുറിച്ച് എഴുതാൻ, കൃതികൾ എഴുതാൻ വേണ്ടി. ഇപ്പൊ RK നാരായണന്റെ തന്നെ 3-4 കൃതികൾ തന്നു. ഇപ്പൊ കൃതികൾ തരുമ്പോ ദ ഗൈഡ്, മാൽഗുഡി ഡേയ്സ് ആൻഡ് ദ ഇംഗ്ലീഷ് ടീച്ചർ. ലാസ്റ്റത്തിന്റെ കൂടെ ആൻഡ് ഉപയോഗിക്കും. അതിന്റെ മുമ്പ് നാം കോമയാണ് ഉപയോഗിക്കുക. ഇവിടെ നോക്കൂ, RK Narayanan, the famous Indo-Anglian writer, was born on 10th October 1906 at Chennai in India. ഇവിടെ RK Narayanan എന്ന് കഴിഞ്ഞിട്ട് ഒരു കോമ കണ്ടു. The famous Indo-Anglian writer was born on 10th October 1906. അവിടെ ഒക്ടോബർ കഴിഞ്ഞിട്ട് ഒരു കോമ കണ്ടു. അങ്ങനെ വർഷവും മാസവും എഴുതുമ്പോ മന്ത് കഴിഞ്ഞാല് അവിടെ ഒരു കോമ ഇടല് സാധാരണയാണ്. At Chennai in India. ആ സെന്റൻസ് അവിടെ കംപ്ലീറ്റ് ആയി. ഇന്ത്യയിലെ ചെന്നൈയിൽ. Okay. The next point we have to notice about is punctuation marks. പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് പങ്ക്ച്വേഷൻ മാർക്സ്. കാര്യമായിട്ട് 2 പങ്ക്ച്വേഷൻ മാർക്കുകളാണ് പ്രൊഫൈൽ റൈറ്റിംഗിൽ വരാറുള്ളത്. ഒന്ന് ഫുൾ സ്റ്റോപ്പ്, then second കോമ. അല്ലെ, എവിടെയാണ് നാം ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കുക? ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവുമ്പോഴാണ് നാം ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കുക. ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിർബന്ധമായും നാം ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ കോമ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളുമുണ്ട്. നോക്കൂ, RK നാരായണൻ, ദ ഫേമസ് ഇൻഡോ-ആംഗ്ലിയൻ റൈറ്റർ. ഫേമസ് ഇൻഡോ-ആംഗ്ലിയൻ റൈറ്റർ ആയ RK നാരായണൻ. അങ്ങനെ പറയുമ്പോൾ RK നാരായണൻ കഴിഞ്ഞതിന് ശേഷം ഒരു കോമ ഇടണം. Then was born on 10th October, 1906. ഇങ്ങനെ മന്തും ഇയറും എഴുതുമ്പോൾ മന്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കോമ ഇടുന്നത് പതിവാണ്. At Chennai in India. അവിടെ ഫുൾ സ്റ്റോപ്പ് ആണ്. ആ സെന്റൻസ് അവിടെ കംപ്ലീറ്റ് ആയി. ഇന്ത്യയിലെ ചെന്നൈയിലാണ് അദ്ദേഹം 1906 ഒക്ടോബർ 10 ജനിച്ചത്. അപ്പൊ ആ സെന്റൻസ് കംപ്ലീറ്റ് ആയതുകൊണ്ട് അവിടെ നാം നിർബന്ധമായും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. Then he was famous as a novelist and short story writer. നോക്കൂ, അവിടെയും ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയി. അവിടെ നാം ഒരു ഫുൾ സ്റ്റോപ്പ് ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഇവരുടെ വർക്കുകളൊക്കെ എഴുതാണ്ടാവും. ഇപ്പോ RK നാരായണന്റെ കാര്യത്തിലാണെങ്കിൽ ഹിസ് ഫേമസ് വർക്ക്സ് ആർ ദ ഗൈഡ്, മാൽഗുഡി ഡേയ്സ് ആൻഡ് ഇംഗ്ലീഷ് ടീച്ചർ. അപ്പോ അവിടെ നാം ദ ഗൈഡ് എന്നത് കഴിഞ്ഞതിന് ശേഷം കോമ ഇട്ടു. അതിനുശേഷം മാൽഗുഡി ഡേയ്സ് ആൻഡ് ഇംഗ്ലീഷ് ടീച്ചർ. 2-3 കാര്യങ്ങളോ വസ്തുക്കളോ ഉണ്ടാവുമ്പോൾ ഒന്നാമത്തതിന്റെ കൂടെ കോമയാണ് ഉപയോഗിക്കുക. അവസാനത്തിന്റെ മുമ്പായിട്ട് നാം ആൻഡും ഉപയോഗിക്കും. Okay, the next point, conjunction. പ്രൊഫൈൽ റൈറ്റിംഗിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആൻഡ് എന്ന കൺജങ്ഷന്റെ ഉപയോഗം. എപ്പോഴാണ് ആൻഡ് ഉപയോഗിക്കുക? ഫോർ എക്സാമ്പിൾ, ബട്ടർ, ചീസ് ആൻഡ് മിൽക്ക്. എങ്ങനെയാണ് പറയാ? ബട്ടർ, ചീസ് ആൻഡ് മിൽക്ക്. അവസാനത്തിന്റെ തൊട്ട് മുമ്പായിട്ടാണ് ആൻഡ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഹിസ് ഫേമസ് വേർഡ്സ് ഇൻക്ലൂഡ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളെല്ലാം ഏതെല്ലാമാണ്? സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, ദ ഗൈഡ്, മാൽഗുഡി ഡേയ്സ് ആൻഡ് ദ ഇംഗ്ലീഷ് ടീച്ചർ. നോക്കൂ, മാൽഗുഡി ഡേയ്സ് അതുപോലെ തന്നെ ദ ഇംഗ്ലീഷ് ടീച്ചർ എന്ന കൃതിയും. അപ്പൊ ലാസ്റ്റത്തിന്റെ കൂടെയാണ് നാം ആൻഡ് ഉപയോഗിച്ചത്. അങ്ങനെ അവസാനത്തിന് മുമ്പായി ആൻഡും ഉപയോഗിക്കണം. ഇനി നാം പറയാൻ പോകുന്നത്, നാം നേരത്തെ സൂചിപ്പിച്ചു, ഒരു പ്രൊഫൈലിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതെല്ലാമായിരിക്കുമെന്ന്. ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് വേർബ്സ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇവയെല്ലാം എങ്ങനെയാണ് നല്ല മീനിങ് ഫുൾ സെന്റൻസുകളാക്കി നമുക്ക് മാറ്റാൻ കഴിയുക, അതിന് പറ്റുന്ന പ്രയോഗങ്ങളെ കുറിച്ചാണ് നാം ഇനി പറയുന്നത്. ഫസ്റ്റ് തന്നെ ഉണ്ടാവുക ബർത്ത്, ബോൺ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നതിൽ ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ടാവും അദ്ദേഹത്തിന്റെ ബർത്തിനെ കുറിച്ച് സൂചിപ്പിക്കാൻ. അപ്പോ അതെങ്ങനെയാണ് നാം എഴുതുക? വാസ് ബോൺ എന്നാണ് ഇംഗ്ലീഷിൽ ഒരാള് ജനിച്ചു എന്നത് സൂചിപ്പിക്കാൻ വേണ്ടി പറയാറുള്ളത്. വാസ് ബോൺ, ഹി വാസ് ബോൺ ഓൺ 10th October 1906 എന്ന് നാം RK നാരായണനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ വാസ് ബോൺ എന്നാണ് ഒരാൾ ജനിച്ചു എന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുക. സെക്കൻഡ് പോയിന്റ്, എഡ്യൂക്കേഷൻ ഓർ സ്റ്റഡീസ്. ഒരാളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച്
ഉള്ള വിവരങ്ങൾ ഉണ്ടാവും. എഡ്യൂക്കേഷൻ ഓർ സ്റ്റഡീസ്. അതിനെ നമുക്ക് എങ്ങനെ മീനിങ് സെന്റൻസ് ആക്കി മാറ്റാൻ കഴിയും? പ്രധാനമായിട്ടും 3 രൂപത്തിലാണ് വരാറുള്ളത്. ഫസ്റ്റ് വൺ, കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം. അങ്ങനെ നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയും. അല്ല എങ്കിൽ ഹി ഹാഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം. അങ്ങനെ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം. അല്ല എങ്കിൽ ഹി വാസ് എഡ്യൂക്കേറ്റഡ് ഇൻ. ഈ 3 രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം. Then next point, notable works. ഒരാളുടെ അറിയപ്പെട്ട കൃതികൾ എന്ന് തന്നിട്ട് 3-4 പുസ്തകങ്ങളുടെ പേരുണ്ടാവും. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് നല്ല മീനിങ് ഫുൾ സെന്റൻസ് ആക്കി മാറ്റാൻ കഴിയും? കാര്യമായിട്ട് 2 രൂപത്തിലാണ് വരാറുള്ളത്. His notable works are the great. Okay. Then next point, notable works എന്ന് കാണാം. ഒരാളുടെ പ്രൊഫൈലിന് വേണ്ടി നമുക്ക് തരുന്ന ഹിന്റുകളിൽ നമുക്ക് കാണാം നോട്ടബിൾ വേർഡ്സ് എന്നതിനെ എങ്ങനെ മീനിങ് ഫുൾ സെന്റൻസ് ആക്കി മാറ്റാൻ കഴിയും? കാര്യമായിട്ടും 2 രൂപയാണ് അത് ഉപയോഗിക്കാറുള്ളത്. ഫസ്റ്റ് വൺ, ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ. അങ്ങനെ നമുക്ക് തുടങ്ങാം. ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ. ഫോർ എക്സാമ്പിൾ, ആർ.കെ. നാരായണന്റെ കാര്യത്തിലാണെങ്കിൽ ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ ദ ഗൈഡ്, മൽഗുരി ഡേയ്സ് ആൻഡ് ഇംഗ്ലീഷ് ടീച്ചർ. അങ്ങനെ തുടങ്ങാം. അല്ല എങ്കിൽ ആദ്യം കൃതികളുടെ പേര് പറയാം. ദ ഗൈഡ്, മാൽഗുഡി ഡേയ്സ് ആൻഡ് ദ ഇംഗ്ലീഷ് ടീച്ചർ ആർ ഹിസ് നോട്ടബിൾ വർക്ക്സ്. 2 രൂപത്തിൽ പറയാം. നെക്സ്റ്റ് പോയിന്റ്, ഫേമസ് ആർട്സ്. പ്രധാനമായി എല്ലാവരുടെ പ്രൊഫൈലുകളിലും അതിന്റെ ഹിന്റ്സുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഫേമസ് ആർട്സ് എന്നതിനെ നമുക്ക് എങ്ങനെ മീനിങ് ഫുൾ സെന്റൻസ് ആക്കി മാറ്റാൻ കഴിയും? ഹി വാസ് ഫേമസ് ആസ് പോയറ്റ്. അങ്ങനെ പറയാം. അല്ല എങ്കിൽ ഹി വാസ് ഫേമസ് ആസ് റൈറ്റർ. ഒരു എഴുത്തുകാരനായിട്ട് അദ്ദേഹം പ്രശസ്തനായിരുന്നു. അപ്പൊ ഹി വാസ് ഫേമസ് എന്നങ്ങനെ ഉപയോഗിക്കാം. The next point, awards and honors എന്നതിനെ നമുക്ക് എങ്ങനെ മീനിങ് ഫുൾ സെന്റൻസ് ആക്കാം? കാര്യമായിട്ടും 3 രൂപത്തിലാണ് വരാറുള്ളത്. ഫസ്റ്റ് വൺ, he got many awards like Padma Bhushan and dash and dash. അങ്ങനെ വരും. He got many awards. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ലൈക്ക് പത്മഭൂഷൺ, സാഹിത്യ അക്കാദമി അവാർഡ് ആൻഡ് സോ ഓൺ. അല്ല എങ്കിൽ he received many awards like received എന്ന പദവും ഉപയോഗിക്കാം. അല്ല എങ്കിൽ he was awarded the പത്മഭൂഷൺ. അങ്ങനെയും പറയാം. Then occupation, ഒരാളുടെ ജോലി, പ്രൊഫഷൻ എന്താണ്? occupation ഹിന്റ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ ചിലപ്പോൾ പോയറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ റൈറ്റർ ആണെന്നുണ്ടാവും, അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആണെന്നുണ്ടാവും. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ഹി വാസ് എ പോയറ്റ്, ഹി വാസ് എ ടീച്ചർ, ഹി വാസ് എ റൈറ്റർ, ഹി വാസ് എ ജേർണലിസ്റ്റ്. അങ്ങനെയെല്ലാം നമുക്ക് പറയാൻ കഴിയും. നെക്സ്റ്റ് പോയിന്റ്, സ്പൗസ്. സാധാരണ വരാറില്ല എങ്കിലും പലപ്പോഴും വരുന്ന മറ്റൊരു പോയിന്റ് ആണ് സ്പൗസ്. സ്പൗസ് മീനിങ് ഹസ്ബൻഡ് ഓർ വൈഫ് എന്നാണ് സ്പൗസിന്റെ അർത്ഥം. അപ്പൊ ഹിസ് സ്പൗസ് ഈസ് അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഡാഷ് ഈസ് ഹിസ് സ്പൗസ് എന്നും ഉപയോഗിക്കാം. ദെൻ മറ്റൊരു പദമാണ് സിബ്ലിങ്സ്. ഇങ്ങനെ ഒരു ഹിന്റ് വരാറുണ്ട്. സിബ്ലിങ്സ് മീൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പൊ ഹിസ് സിബ്ലിങ്സ് ആർ ഹിസ്, ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഹർ സിബ്ലിങ്സ് ആർ ഡാഷ് ആൻഡ് ഡാഷ്. അല്ലെങ്കിൽ ഫസ്റ്റ് സിബ്ലിങ്സിന്റെ പേര് കൊടുക്കാം. ഡാഷ് ആൻഡ് ഡാഷ് ആർ ഹിസ് സിബ്ലിങ്സ്. അങ്ങനെയും പറയാറുണ്ട്. ദെൻ നാഷണാലിറ്റി എന്ന് ഒരു ഹിന്റ് വരാറുണ്ട്. നാഷണാലിറ്റി മീനിങ് രാജ്യം. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? അപ്പൊ ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ ഹീസ് ആൻ ഇന്ത്യൻ റൈറ്റർ, അമേരിക്കക്കാരനാണെങ്കിൽ ഹീസ് ആൻ അമേരിക്കൻ പോയറ്റ്. അങ്ങനെയെല്ലാം നമുക്ക് പറയാം. ദ ലാസ്റ്റ് പോയിന്റ്, അവസാനത്തെ പോയിന്റ് ആയിട്ട് നാം കൊടുക്കാറുള്ളത് ഡെത്ത് എന്ന് വരാറുണ്ട്, ഡൈഡ് എന്ന് വരാറുണ്ട്, ഡെഡ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് നാം എക്സ്പാൻഡ് ചെയ്യുക? ഹി ഡൈഡ്. കൃത്യമായ ഡേറ്റ് ഉണ്ടെങ്കിൽ ഓൺ എന്ന് പ്രപ്പോസിഷൻ ഉപയോഗിച്ച് നാം എക്സ്പാൻഡ് ചെയ്യണം. അല്ല കൃത്യമായ ഡേറ്റ് ഇല്ല എങ്കിൽ ഹി ഡൈഡ് ഇൻ ഒക്ടോബർ, ഹി ഡൈഡ് ഇൻ സെപ്റ്റംബർ, അങ്ങനെയെല്ലാം പറയാം. അല്ലെങ്കിൽ ഹി ഡൈഡ് ഇൻ 1981, അങ്ങനെയെല്ലാം പറയാം. അല്ലെങ്കിൽ മറ്റൊരു പ്രയോഗമാണ് ഹി പാസ്ഡ് അവേ. ഇത് ഫ്രേസൽ വെർബാണ്. ഡൈഡ് എന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ് പാസ്ഡ് അവേ. അപ്പൊ അങ്ങനെയും പറയാം ഹി പാസ്ഡ് അവേ എന്ന് ഉപയോഗിച്ച് നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യാം. ദെൻ ഇനി നിങ്ങൾക്ക് ഞാനൊരു വർക്ക് തരാം. അപ്പോൾ എങ്ങനെയാണ് പ്രൊഫൈൽ ഉണ്ടാക്കേണ്ടത്
പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഗ്രാമർ ഭാഗങ്ങൾ ഏതെല്ലാമാണ്, അതുപോലെ തന്നെ പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തരുന്ന ഹിന്റുകളെ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്, ഓരോന്നിനും ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് പദപ്രയോഗങ്ങൾ ഏതെല്ലാമാണ് എന്നെല്ലാം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനി അതെല്ലാം പഠിച്ച് മനസ്സിലാക്കി ഈ ഹിന്റ്സ് ആൻഡ് ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നിങ്ങൾ പ്രൊഫൈൽ തയ്യാറാക്കി എനിക്ക് അയച്ചു തരണം. Prepare a profile of AJ Cronin by using the hints given below. Full name: Archibald Joseph Cronin. Born 19 July 1896. Place of birth: Dunbartonshire, Scotland. Famous as novelist, physician. Parents: Jesse Cronin and Patrick Cronin. Education: MG, University of Glasgow. Spouse: Agnes Mary Gibson. Major works: The Citadel, Hatte's Castle, The Stars Look Down. Phonics: David from Bowdoin College. Died 6 January 1981. Okay? Meet again. Thank you.